വെറും 41 ദിവസത്തിനുള്ളിൽ ലോക ബോക്സ് ഓഫീസ് കീഴടക്കി കഴിഞ്ഞു. മോഹൻലാലിൻ്റെ എമ്പുരാൻ്റെ കളക്ഷനായ 266.81 കോടി എന്ന റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ലോക വേൾഡ് വൈഡ് കളക്ഷനിൽ ഏറ്റവും ടോപ്പിലെത്തിയത്. ഇതുവരെ 300.45 കോടി നേടിക്കൊണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ സർവ്വകാല റെക്കോർഡുകളെല്ലാം ലോക സ്വന്തമാക്കി കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിലെ ടോപ്പ് കളക്ഷൻ എന്ന റെക്കോർഡും ലോക സ്വന്തമാക്കി കഴിഞ്ഞു. മോഹൻലാലിൻ്റെ തന്നെ തുടരും നേടിയ 118 കോടിയെ മറികടന്നുകൊണ്ടാണ് ഈ റെക്കോർഡ് ലോക അടിച്ചത്. ലോക സക്സസ് ആയപ്പോൾ ലോകയുടെ സക്സസ് പാർവതി ദർശന എന്നീ നടിമാർക്ക് അവകാശപ്പെട്ടതാണെന്ന് കമൻറ്റുമായിട്ട് റീമ കല്ലിങ്ങൽ, നൈല ഉഷ അങ്ങനെ കുറച്ച് ലേഡി സ്റ്റാർസ് മുന്നോട്ട് വന്നിരുന്നു. സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളായി സിനിമകൾ വരാനുള്ള സ്പേസ് ഇവരാണ് ഉണ്ടാക്കിയതെന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഇതേ തുടർന്ന് ഇൻ്റർനെറ്റിൽ എല്ലാവരും രണ്ട് പക്ഷം ചേർന്ന് കമൻസ് ഇടാൻ തുടങ്ങി. ഒരു പക്ഷം അവർ അത് ഡിസേർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ മറുപക്ഷം അവർ സക്സസിൻ്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ നോക്കിയതാണെന്ന് അഭിപ്രായം പറഞ്ഞു. ലോക സക്സസ് ആയപ്പോൾ ലോക ടീമിനെ പ്രശംസിക്കാൻ ഇവർ ആരെയും കണ്ടില്ല എന്ന പരാതിയും ഉയർന്നിരുന്നു. ിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1 അതിൻ്റെ 1ാം വാരം പൂർത്തിയാക്കി കഴിഞ്ഞു. ഓവർസീസിലെ സ്ട്രോങ് ഹോൾഡ് കൊണ്ട് കാന്താര ചാപ്റ്റർ 1 500 കോടി എന്ന മൈൽ സ്റ്റോൺ വെറും ഒരു ആഴ്ചയ്ക്കുള്ളിൽ സ്വന്തമാക്കി കഴിഞ്ഞു. ടോട്ടൽ ഗ്രോസ് കളക്ഷനായി ഹോംബാലെ ഫിലിംസ് പറഞ്ഞത് 509.25 കോടിയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 300 കോടിയും സിനിമ സ്വന്തമാക്കി കഴിഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ 62 കോടി നേടിക്കൊണ്ട് നേട്ടം കുറിച്ച കാന്താര ചാപ്റ്റർ 1 ഇപ്പോഴും ഒരു വളരെ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ കളക്ഷൻസ് നേടിക്കൊണ്ടിരിക്കുന്നു. ബോളിവുഡിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രങ്ങളായ ബ്രഹ്മാസ്ത്ര പാർട്ട് 1ൻ്റെ 431 കോടിയും 3 ഇഡിയറ്റ്സിൻ്റെ 450 കോടിയും കടത്തി വെട്ടിക്കൊണ്ട് കാന്താര ചാപ്റ്റർ 1 ഇന്ത്യയിലെ ടോപ്പ് 10 ഓൾ ടൈം ഹൈസ്റ്റ് ഗ്രോസിംഗ് സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോകുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കാന്താര ചാപ്റ്റർ 1 1000 കോടി എന്ന ലക്ഷ്യത്തിൽ എത്താൻ വളരെയധികം ചാൻസ് ഉണ്ട്. ആകെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഇന്ത്യയിൽ 1000 കോടി എന്ന മൈൽ സ്റ്റോൺ നേടിയിട്ടുള്ളത്. കാന്താരയുടെ വിജയം വളരെ അധികം ആൾക്കാരെ പേടിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് അടുത്തത്. കാന്താരയെ പേടിച്ച് മാത്യു തോമസ് നായകനായി വരുന്ന നെല്ലിക്കൊമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ പോസ്റ്റ്പോൺ ചെയ്തെന്ന വാർത്ത സിനിമയുടെ ടീം അറിയിച്ചിരിക്കുന്നു. വളരെ കോമഡി ആയിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ടീം ഇത് അറിയിച്ചത്. നേരത്തെ 10 ഒക്ടോബറിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമ ഇനി ഒക്ടോബർ 24-നാണ് ഇറങ്ങുക.